എടാ, നീ ഇതുവരെ ചോറുണ്ടില്ലേ? എന്താടാ, നാവിറങ്ങിപ്പോയോ? ഒന്നിലെന്നെ തുറന്നുവിട്, അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കുക. അല്ലാതെ ഇങ്ങനെ ചെയ്യുന്ന ഭയങ്കര അലമ്പാണ്. ഓ, നിന്റെ പറിച്ചിട്ട് കേട്ടാ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയ പോലാണല്ലോടാ. ചേട്ടാ, എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. എന്താടാ, വേറെ എവിടെയെങ്കിലും പൈരി അറിയോ? 2 മണി ആയതേ ഉള്ളൂ. നേരെ വീട്ടാണ്ടേ നിന്റെ പണി തുടങ്ങാൻ. അതുവരയ്ക്കും നമുക്ക് കുറച്ചു നേരം കൂടെ വർത്താനം പറഞ്ഞിരിക്കാം. ശരി, ഞാൻ നിന്നെ തുറന്നുവിടാം. പക്ഷെ നീ സത്യം പറ, നീ ആരാ, എന്താ, എവിടുന്ന? എന്റെ പേര് ഹരി. ഹരിശ്ചന്ദ്രൻ എന്നല്ലല്ലോ. നന്നായി. വീട് അങ്ങ് ദൂരെ. എന്താ നിന്റെ പണി? അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്ത് പണിയും ചെയ്യും. നിനക്ക് പെയിന്റ് പണി അറിയാവോ? പിന്നെ ഞാൻ പെയിന്റ് ചെയ്താ പിന്നെ ആ വീട്ടുകാർ ആയുഷ്കാലം മൊത്തം എന്നെ വിളിക്കും. നീ അതൊന്നുകൂടെ പറഞ്ഞേ. ഞാൻ ഒരു വീട് പെയിന്റ് ചെയ്താ പിന്നെ അത് പൊളിക്കുന്ന വരെ അവരെന്നെ വിളിക്കും. അയ്യോ, പോലെ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഇതിനൊരു പരിഹാരം കാണും ചേട്ടാ. നീ ഇത് കണ്ടോ? ഇത് പെയിന്റാ, ഇതും പെയിന്റാ. ഇവിടെ ചിലരുടെ വിചാരം അവരുടെ ബ്രഷിലെ പെയിന്റേ വൃത്തിക്ക് പിടിക്കുന്ന. അല്ലാന്ന് ഞാൻ തെളിയിക്കാൻ പോവാ. നീ ലീവ് കഴിഞ്ഞ് വരുമ്പോഴേ ചോദിച്ചേ വരാവൂ. അല്ലെ വീട് മാറിപ്പോവും. അത്ര ഭംഗിയായിട്ടായിരിക്കും വീടും ഫർണിച്ചറും ഒക്കെ പെയിന്റ് ചെയ്യാൻ പോന്നെ. അതിന് കള്ളപ്പണി അറിയാത്ത 1-ാം തരം പെയിന്റ് പണിക്കാരെ ഞാൻ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. നടന്നല്ലേ? എന്താ തുടങ്ങിക്കോ. എന്ത്? ആദ്യം ആ മേശയും കസാരയും, പിന്നെ ഭിത്തിക്ക്, പിന്നെ ഓരോരോ മുറിയായിട്ട് തരാം. ചേട്ടൻ നാളെ കളിയാക്കാണോ? നീ അല്ലേ പറഞ്ഞത് നീ ലോകോത്തര പെയിന്ററാണെന്ന്? ഞാൻ നിന്റെ മിടുക്കൊന്ന് കാണട്ടടാ. വെറുതെ വേണ്ട, ഞാൻ നിനക്ക് ദിവസം 50 രൂപ വെച്ച് തരാം. അയ്യോ, അത് കുറച്ച് കൂടിപ്പോയില്ലേ? പിന്നെ താമസവും ഭക്ഷണവും ഫ്രീ. എനിക്കൊരു പിണ്ണാക്കം വേണ്ട, എന്നെ തുറന്നു വിട്ടാ മതി. ഞാൻ ഒരു പണി എടുക്കൂല. അങ്ങനെയാണെങ്കിൽ നിനക്ക് വേറെ ഫുഡും അക്കോമഡേഷനും ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അത് മതി. പോലീസ് സ്റ്റേഷന്റെ നമ്പർ ഇപ്പോഴും 100 തന്നെ അല്ലേടാ? പിന്നെ നിന്റെ കൂടെ വേറെ കള്ളന്മാരുണ്ടായിരുന്നെന്നും അവന്മാർ ഈ വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപയും 100 ഭവനും അടിച്ചു മാറ്റിയെന്ന് ഞാനൊരു തൂവെള്ള കടലാസിൽ പരാതി എഴുതി കൊടുക്കും. ചേട്ടോ, ഇനി എല്ലാം നിന്റെ ഇഷ്ടം. 50 രൂപയും കഞ്ഞിയും പയറുമാണോ വേണ്ടതെങ്കിൽ അതങ്ങനെ. ഗോതമുണ്ടയും ഗരുഡൻ തൂക്കുമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ. ചേട്ടാ, ഒരു മിനിറ്റത്തേക്കൊന്ന് തുറക്കൂ. എന്തിനാ ചേട്ടാ? അതെ, ബാത്റൂമിൽ വെള്ളമില്ല. സത്യം. 1 മിനിറ്റ്. എടാ ചെറുക്ക, നിനക്ക് തുണി മാറുന്ന സ്വഭാവമുണ്ടെങ്കിൽ ആ അലമാരിയിൽ എൻ്റെ മക്കളുടെ പഴയ ട്രൗസറും കുപ്പായവും ഒക്കെ ഉണ്ട്. നിനക്ക് ചേരുന്നത് നീ തപ്പിയെടുത്തു. പോകുമ്പോൾ ഞാൻ അതിൻ്റെ വാടക കൂലിന്ന് കുറച്ചോളാം കേട്ടോ. അണ്ടർവെയറിന് വാടകയുണ്ടോ? അത് ഫ്രീ.
Do it again. ഇതാരുടെ ഗിറ്റാറാ ഏട്ടാ? അതെന്റെ മൂത്ത മകന്റെയാ. അപ്പോ ഗിറ്റാറിസ്റ്റ് ആയിരുന്നല്ലേ? അതെനിക്കറിഞ്ഞൂടാ. പക്ഷെ നാട്ടുകാർ അവനെ എന്തിനെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ ഇത് വായിക്കുന്നേനാ. നീ അതെടുത്ത് വായിക്കല്ലേ, എന്റെ മൂത്ത മോൻ വന്നെന്ന് നാട്ടുകാർ വിചാരിക്കും. അപ്പൊ വായിക്കണ്ടല്ലേ? എൻ്റെ അച്ഛൻ്റെ പ്രായമായിപ്പോ, അല്ലെങ്കിൽ തല്ലിക്കൊന്ന് തട്ടിക്കളഞ്ഞാന്. എന്തെങ്കിലും ചെയ്യാണ്ട് എങ്ങനെയാ പോകുന്നത്? ഇപ്പൊ ശരിയാക്കി തരാം. ശുദ്ധമായ വെള്ളം. പോട്ടെ.